ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. ഞാൻ കുറെ നേരമായിട്ട് ചക്ക പൊളിച്ച് നോക്കി, കുറെ കഴിച്ചു. താമര ഇതൾ പോയിട്ട് ഒരു റോസാപ്പൂ ഇതൾ പോലും എനിക്ക് കിട്ടിയില്ല. ഈ ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം, ഓരോ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ചിഹ്നം ചക്കയാണ് കേട്ടോ. ചക്ക എല്ലാവർക്കും ഇഷ്ടല്ലേ? അപ്പൊ എന്നെ ഇഷ്ടപ്പെടണം കേട്ടോ. ഇല്ലല്ലേ? നോക്കട്ടെ, നമുക്ക് ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് ചക്ക ഒന്നും കിട്ടിയില്ലെങ്കിൽ ചക്കയെങ്കിലും കിട്ടും. അതെ, ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചിട്ട് വേണം ഇവിടെ മുഴുവൻ ചക്കപ്ലാവ് നട്ട് വളർത്താൻ. വികസനം ഒന്നും നടന്നില്ലെങ്കിൽ ചക്ക വിറ്റും ചക്കക്കുരു തിന്നൊക്കെ നാട്ടുകാർക്ക് ജീവിക്കാമല്ലോ. ഇപ്പം ഫിലിം ഫീൽഡിലൊന്നും വലിയ ചാൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല, ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് കൂട് പൊട്ടിച്ചതുപോലെ കുറെ താരങ്ങൾ ഇപ്പം ഇലക്ഷന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറെ ആൾക്കാരുടെ പ്രചരണത്തിന് ഇറങ്ങി എന്തൊക്കെ അഭിപ്രായങ്ങളാണോ ഈ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചില സെലിബ്രിറ്റീസിനെ ആരാധകരൊന്ന് തട്ടിയാലോ മുട്ടിയാലോ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാര് ഇപ്പൊ ജനങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, പിന്നെ ചോറ് വാരിക്കൊടുക്കുന്നു. പേ വാർഡിൽ പോലും കയറാത്ത ആൾക്കാർ ക്യാൻസർ വാർഡിൽ പോലും കയറി ഇറങ്ങുന്നു. പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയെ വരെ പോയി കാണുന്നു. എന്തൊക്കെയാണ് ഒരു വോട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് നേരെ രാജസ്ഥാനിലേക്ക് പോവാം. ഈ കാണുന്നത് രാജസ്ഥാനിലെ ഒരു ആശുപത്രിയാണ്. അവിടെ ക്യാൻസർ വാർഡിലെ പേഷ്യൻസിനെയൊക്കെ കണ്ട് 5 രൂപയുടെ ബിസ്ക്കറ്റ് കൊടുത്ത് വീഡിയോയും ഫോട്ടോയും എടുത്തതിന് ശേഷം ആ ബിസ്ക്കറ്റ് തിരിച്ചു വാങ്ങുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് അവിടുത്തെ പ്രചരണം. എന്താ അല്ലേ? ഇവരാണ് കേരളത്തെ വികസിപ്പിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ വേഗം കേരളത്തിലേക്ക് പോവാം. വികസിത ഭാരതം, ആ വികസിത ഭാരതം മാത്രം പോരാ. ഇപ്പൊ ഇതുവരെ കേരളം വികസിച്ചിട്ടില്ല, പക്ഷെ ഇനി നമുക്ക് വികസിത കേരളവും കൂടെ കൊണ്ടുവരണം. അതിന് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യും. ഏറ്റുമാനൂർക്കാർ പെട്ടു. ഇതുപോലുള്ള സ്ഥാനാർത്ഥികൾ ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഇനി ഉത്തരേന്ത്യ റോൾ മോഡൽ ആക്കിയാണോ ഇവിടെ വികസനം കൊണ്ടുവരാൻ പോകുന്നത്? നഗരങ്ങളിലെ വലിയ കെട്ടിടങ്ങളും റോഡുകളും കണ്ട് ഇതാണ് വികസനം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെന്നാൽ കാണാം പശുക്കളെ കെട്ടിയിട്ടിരിക്കുന്ന സ്കൂളുകൾ, ഒരു യോഗ്യത പോലും ഇല്ലാത്ത സ്കൂൾ ഹെഡ്. അവിടെയൊക്കെ ഒരു ജോലി കിട്ടണമെങ്കിൽ മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഉയർന്ന ജാതിയിൽ ജനിച്ച ഒരാളായിരിക്കണം. നല്ലൊരു ഹോസ്പിറ്റൽ അവിടെ കാണിക്കാൻ പറ്റുമോ? എന്തിന്? അതൊക്കെ പോട്ടെ, നമ്മുടെ കേരളത്തിൽ ഓരോ വാർഡിലും കയറി ഇറങ്ങി ആശാ വർക്കർമാർ നമ്മുടെ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിൽ എത്തണമെങ്കിൽ ഇനിയും ഒരു 100 വർഷമെങ്കിലും കഴിയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഞാൻ കുറ്റം പറയുന്നതല്ല. ഓരോ പാർട്ടിക്കാർ വരുമ്പോഴും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രഹസനത്തിന്റെയും ആവശ്യമില്ല. വികസനങ്ങൾ കൂടിപ്പോയാലും പ്രശ്നമാണ്. ഇപ്പോൾ ഉള്ള വികസനത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വികസനങ്ങളും വാഗ്ദാനങ്ങളും തന്ന് നമ്മളെ വീർപ്പ് മുട്ടിക്കല്ലേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ.